1986 ജൂൺ മാസം 11 വാഷിംഗ്ടൺ, അമേരിക്ക. സമയം രാവിലെ ഏകദേശം 6 മണി. 40 വയസ്സുള്ള സൂസൻ സ്നോ എന്ന സ്ത്രീ രാവിലെ ജോലിക്ക് പോകാനായി തയ്യാറെടുക്കുകയായിരുന്നു. അതേസമയം ഭർത്താവ് അവളോട് ബായ് പറഞ്ഞ് ജോലിക്ക് പോകുന്നു. സൂസനും തിരിച്ച് ബായ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി ഒരു അരമണിക്കൂറിന് ശേഷം സ്കൂളിൽ പഠിക്കുന്ന അവളുടെ 15 വയസ്സുള്ള മകൾ ഹെയ്ലി കുളിക്കാനായി പുറത്തേക്കിറങ്ങി. അവൾ ഒരു മുറിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തെ ഹാളിൽ നിന്ന് എന്തോ ഒന്ന് താഴേക്ക് വളരെ ശക്തമായി വീഴുന്ന ശബ്ദം കേട്ടു. എന്നാൽ ഷവറിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദത്തിൽ ഹെയ്ലി ഈ ഒരു ശബ്ദം അത്ര കാര്യമായി എടുത്തില്ല. അങ്ങനെ ഹെയ്ലി കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ സമയം 6:40 അമ്മ ഇതുവരെയും ജോലിക്ക് പോയില്ലേ? ഇപ്പൊ തന്നെ ബായ് പറഞ്ഞ് ജോലിക്ക് പോകേണ്ട സമയം കഴിഞ്ഞല്ലോ, ഒരുപക്ഷെ പറയാതെ പോയോ എന്ന് ചിന്തിച്ച ഹെയ്ലി അപ്പോഴാണ് വീടിനുള്ളിൽ നിന്നും ഏറെ സമയമായി പൈപ്പിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം ശ്രദ്ധിച്ചത്. ആ ശബ്ദം വീടിനുള്ളിലെ മറ്റൊരു ബാത്റൂമിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലായി. അവിടെ പോയി നോക്കിയപ്പോൾ ബാത്റൂമിനുള്ളിലെ സിങ്കിൽ വെള്ളം നിറഞ്ഞ് അത് പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. താഴെ തൻ്റെ അമ്മയായ സൂസൻ ബോധരഹിതയായി കിടക്കുന്നത് കണ്ട് ഞെട്ടി. അമ്മ എന്ത് പറ്റിയെന്ന് ഓടി വന്ന് അടുത്തിരുന്ന് നിലവിളിച്ച് അവളെ എഴുന്നേൽപ്പിക്കാനായി ശ്രമിച്ചു. എന്നാൽ സൂസന്റെ ശരീരത്തിൽ യാതൊരു ചലനവുമില്ല. പക്ഷേ അവൾ ശ്വസിക്കുന്നുണ്ടായിരുന്നു. സൂസൻ കണ്ണുകൾ തുറന്ന് ഉറങ്ങുന്നത് പോലെ. എന്നാൽ സൂസന്റെ കൈകൾ ഒന്നോടൊന്ന് ചേർന്ന് മുറുകുന്നത് കണ്ട് ഭയന്നുപോയ ഹെയ്ലി പെട്ടെന്ന് തന്നെ 911 വിളിച്ചു. അല്പസമയത്തിൽ ആംബുലൻസ് അവിടെ എത്തി സൂസനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സൂസന് എന്താണ് സംഭവിച്ചത്? അതിനുശേഷം നടന്ന കാര്യങ്ങൾ എന്തെല്ലാം? 1980കളിൽ മുഴുവൻ അമേരിക്കൻ ജനതയെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവം. വളരെ രസകരമായ അതുപോലെ തന്നെ ഒരുപാട് ട്വിസ്റ്റുകളുള്ള ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. സൂസനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ അവളെ രക്ഷിക്കാൻ കഠിനമായി ശ്രമിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് അവളെ രക്ഷിക്കാൻ സാധിച്ചില്ല. അതെ, സൂസൻ മരിച്ചു. സൂസൻ ഇങ്ങനെ പെട്ടെന്ന് മരിച്ചുവെന്ന വാർത്ത കേട്ട കുടുംബാംഗങ്ങൾക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷെ സൂസന്റെ പിൻതലയിൽ കണ്ടെത്തിയ മുറിവുകൾ വച്ച് ഒരുപക്ഷെ അവൾ കുളിമുറിയിൽ വഴുതി വീണ് അവൾക്ക് പരിക്കേറ്റിട്ടുണ്ടാകാം. അതുമല്ലെങ്കിൽ അവൾ ബാത്റൂം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഷോക്ക് ഏറ്റിട്ടുണ്ടാകാം. അതുമല്ലെങ്കിൽ സ്ട്രോക്ക്, ഹൃദയാഘാതം, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണമായിരിക്കാം എന്ന് എല്ലാവരും ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന സമയത്തായിരുന്നു സൂസന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. അത് വീണ്ടും എല്ലാവരെയും ഞെട്ടിപ്പിച്ചു. സൂസന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അവളുടെ ശരീരത്തിൽ നിന്നും വളരെ വിചിത്രമായ രീതിയിൽ ഒരു മണം വരുന്നത് ഡോക്ടേഴ്സ് ശ്രദ്ധിച്ചു. അത് കയ്പുള്ള ബദാമിന്റെ ഗന്ധമാണെന്ന് ഡോക്ടേഴ്സിന് മനസ്സിലായി. ഈ കയ്പുള്ള ബദാമിന്റെ മണം ഒരു കെമിക്കൽ കോമ്പൗണ്ടിന്റെ സ്മെല്ലുമായി പക്ക മാച്ച് ആകും. അത് സയനൈഡാണ്. അങ്ങനെയാണെങ്കിൽ സൂസൻ സയനൈഡ് കഴിച്ചത് കൊണ്ടാണ് മരിച്ചത് എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഓട്ടോപ്സി റിപ്പോർട്ട് വഴി പുറത്തു വന്നത്. ഇത് സൂസന്റെ കുടുംബത്തിന് വളരെയധികം ഞെട്ടലുണ്ടാക്കി. ഉടൻ തന്നെ ഇത് പോലീസിനെ അറിയിച്ചു. പോലീസ് അവരുടെ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ യാതൊരു കോണുകളുമില്ലാത്ത ഒരു വൃത്തം പോലെ പോലീസിനും ഈ ഒരു കേസിൽ യാതൊരു സൂചനയും തെളിവുമില്ലായിരുന്നു. ആ സമയത്ത് പോലീസുകാർക്ക് ഈ ഒരു കേസ് വല്ലാത്തൊരു തലവേദനയോടുകൂടിയാണ് ആരംഭിച്ചത്. പക്ഷെ അതേ തലവേദന തന്നെ പോലീസിനൊരു ലീഡായി മാറുമെന്ന് അപ്പോൾ ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെ, ഒരു വശത്ത് സൂസന്റെ അന്ത്യകർമ്മം നടക്കുകയാണ്. മറുവശത്ത് അവിടെ അന്ത്യകർമ്മത്തിനായി വന്ന സൂസന്റെ ഇരട്ട സഹോദരിയായ സാറ രാവിലെ മുതലേ അവൾക്ക് വല്ലാത്ത തലവേദന ആയതുകൊണ്ട് ഒരു മരുന്ന് കഴിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ എല്ലാ വീട്ടിലും പാരാസെറ്റമോൾ നോർമലായി കാണപ്പെടുന്നത്, അതുപോലെ സൂസന്റെ വീട്ടിലുള്ള ഒരു തലവേദന ടാബ്ലറ്റ് എടുത്ത് ഉപയോഗിക്കാനായി അവൾ പോയി. അവളും സൂസനും ഒരേ ബ്രാൻഡ് തലവേദന ടാബ്ലറ്റാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സൂസന്റെ അടുക്കളയിലേക്ക് പോയ സാറ അലമാര തുറന്ന് ടാബ്ലറ്റ് ഉള്ള കുപ്പി പുറത്തേക്ക് എടുത്തു. അവൾ അതെടുത്ത് കയ്യിൽ വെച്ചപ്പോൾ ആ എക്സെട്രിൻ ടാബ്ലറ്റ് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ അവളുടെ കയ്യിലേക്ക് വീണു. ഇത് കണ്ട് സാറ ചിന്തിച്ചത്, സാധാരണ
ക്യാപ്സ്യൂൾ ഫോമിലുള്ള ഈ ടാബ്ലറ്റ് സൂസൻ ഉപയോഗിക്കാറില്ലല്ലോ. അതുകൊണ്ട് സാർ അത് കഴിക്കാൻ തന്നെ ഒരല്പം ആലോചിച്ചു. കാരണം സൂസൻ മരിക്കുന്നതിന് മുൻപ് അവൾക്ക് കടുത്ത തലവേദന ഉണ്ടായിരുന്നു. തലവേദന കാരണം അമ്മയും ഈ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ചു എന്ന് ഹെയ്ലി പറഞ്ഞത് അപ്പോഴായിരുന്നു സാർ ഓർത്തെടുത്തത്. ഒരു പക്ഷേ ഈ ടാബ്ലറ്റിൽ സയനൈഡ് ഉണ്ടായിരുന്നിരിക്കാം. ഇതുവഴി അവളുടെ ശരീരത്തിൽ സയനൈഡ് കലർന്നിരിക്കാം. ഇങ്ങനെയുള്ള ഒരു ചിന്ത സാറുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി. അതെങ്ങനെ പറയാൻ സാധിക്കും? ഈ ഒരു ടാബ്ലറ്റ് കാരണമാണ് സൂസൻ മരിച്ചത്, അതും അതിൽ സയനൈഡ് കലർന്നിട്ടുണ്ട് എന്ന് സാറ സംശയിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനും ഒരു കാരണമുണ്ട്. അതെ, 1982 വർഷം, അതായത് ഈ സംഭവം നടക്കുന്നതിന് 5 വർഷം മുൻപ് ചിക്കാഗോയിൽ ഒരു 7 പേർ ദുരൂഹമായ രീതിയിൽ മരിച്ചു. ഈ മരണകാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴായിരുന്നു എല്ലാവരും ടൈലനോൾ എന്ന ടാബ്ലറ്റ് കഴിച്ചുവെന്നും അതിൽ സയനൈഡ് കലർന്നിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ ടാബ്ലറ്റിലും ആരെങ്കിലും സയനൈഡ് കലർന്നിട്ടുണ്ടാകാം എന്ന് സാറ സമർത്ഥമായി ചിന്തിച്ചു. ഉടൻ തന്നെ ഈ ടാബ്ലറ്റിനെ കുറിച്ച് പോലീസിനെ അറിയിച്ചു. പോലീസ് ഈ ടാബ്ലറ്റ് പരിശോധിക്കാനായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. അങ്ങനെ പരിശോധിച്ചതിൽ സാറയുടെ സംശയം ശരിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ആ കുപ്പിയിലുണ്ടായിരുന്ന 56 ടാബ്ലറ്റിൽ മൊത്തം 9 ടാബ്ലറ്റിൽ സയനൈഡ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്ത മൊത്തത്തിൽ എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിപ്പിച്ചു. പോലീസ് ഉടൻ തന്നെ ആ ടാബ്ലറ്റിന്റെ നിർമ്മാതാവിനെ ചോദ്യം ചെയ്തു. അയാൾ പറഞ്ഞത്, ഞങ്ങൾ ഈ ടാബ്ലറ്റ് നിർമ്മിച്ച് പല രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നത് വാഷിംഗ്ടണിൽ മാത്രമാണ്. അപ്പോൾ തീർച്ചയായും ഇതിന് കമ്പനി ഉത്തരവാദിയല്ല. ഇത് മറ്റേതോ വ്യക്തിയുടെ ഒരു പ്രവൃത്തിയായിരിക്കാം. ഒരു പക്ഷേ ആ വ്യക്തി സൂസന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കാം എന്ന് പോലീസ് സംശയിച്ചു. അങ്ങനെ അവളുടെ കുടുംബത്തെക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കാൻ തുടങ്ങി. ഇങ്ങനൊരു സംശയം പോലീസിന് വന്നപ്പോൾ അത് ബന്ധുക്കളെയും അറിയിച്ചു. ബന്ധുക്കളെല്ലാം ചൂണ്ടിക്കാണിച്ചത് ഒരേ ഒരാളെയായിരുന്നു. അത് മറ്റാരുമല്ല, ആ മുഖത്തിൽ ഞാൻ പറഞ്ഞ, സൂസനോട് ബായ് പറഞ്ഞ അവളുടെ 45 വയസ്സുള്ള ഭർത്താവ് പോൾ വിപ്കിൻ. എല്ലാവരും പോളിനെ സംശയിക്കുന്നത് എന്തിനാണ് എന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം. അതിനൊരു കാരണമുണ്ട്. ഒന്നാമത്തേത്, പോൾ ഒരു ട്രക്ക് ഡ്രൈവറാണ്. പക്ഷേ സൂസൻ ഒരു ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അവൾ കൈ നിറയെ സമ്പാദിക്കുന്നുണ്ട്. അതിനാൽ സൂസൻ തന്നേക്കാൾ കൂടുതൽ വരുമാനം നേടുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. അത് കാരണം അയാൾ അവളെ കൊന്നിരിക്കാം. അതുമല്ലെങ്കിൽ സൂസൻ പോളിന്റെ 3ാമത്തെ ഭാര്യയാണ്. കൂടാതെ പോളിനിപ്പോൾ ഒരു എക്സ് ലവറുമുണ്ട്. ഇതറിഞ്ഞ സൂസനും പോളും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പോരാത്തതിന് ഇവർ തമ്മിൽ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. 6 മാസത്തിൽ തന്നെ സൂസൻ മരിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു സംശയം എല്ലാവർക്കും വരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും പോളിനെ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ ചോദ്യം ചെയ്യലിൽ പോൾ പറഞ്ഞത്, എക്സിട്രിൻ ഒരു തലവേദന ടാബ്ലറ്റ് മാത്രമല്ല, അതൊരു പെയിൻ കില്ലറുമാണ്. സൂസൻ മാത്രമല്ല, കുറച്ചു കാലമായി ശരീരവേദനയ്ക്ക് ഞാനും ഈ ടാബ്ലറ്റ് പതിവായി ഉപയോഗിക്കുന്നുണ്ട്. അടുത്തിടെ ഞാനാണ് സൂസനോട് ക്യാപ്സ്യൂളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടത്. എന്തിന്? സൂസൻ മരിച്ച അന്നത്തെ ദിവസം രാവിലെ പോലും അതിൽ നിന്നും 2 ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് തന്നെ പോയത് എന്ന് പോൾ പറഞ്ഞു. ഇത് കേട്ട് പോലീസ് ചിന്തിച്ചത്, അന്നത്തെ ദിവസം അയാളും ആ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ടായിരുന്ന 9 സയനൈഡ് ടാബ്ലറ്റിൽ 1 പോലും അയാൾ കഴിച്ചില്ലേ? അതെങ്ങനെ സാധ്യമായി? അങ്ങനെയാണെങ്കിൽ പോൾ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നൊന്നുകൂടെ ഉറപ്പിക്കാനായി പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. അതേസമയം സൂസൻ ഉപയോഗിച്ച ടാബ്ലറ്റ് കുപ്പിയുടെ ലോട്ട് നമ്പർ ഉപയോഗിച്ച് എല്ലാ കടകളിൽ നിന്നും അവർ ആ സ്റ്റോക്ക് മുഴുവനും പിടിച്ചെടുത്തു. കാരണം നമ്മൾ എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും പാരസെറ്റമോൾ ടാബ്ലറ്റ് യാതൊരു കുറിപ്പടിയുമില്ലാതെ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവിടെ ഈ എക്സെട്രിൻ ടാബ്ലറ്റ് ആർക്കും ഏത് കടയിൽ നിന്നും കുറിപ്പടിയില്ലാതെ വാങ്ങാം. അപ്പോൾ ആരൊക്കെ ഇതിനകം ഈ ടാബ്ലറ്റ് വാങ്ങിയിട്ടുണ്ട് അവരത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു അറിയിപ്പ് കൊടുത്തു. അതിൽ സയനൈഡ് കലർന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത വളരെ സെൻസേഷനായി പടരാൻ തുടങ്ങി. ആലോചിച്ച് നോക്കുക, പനിക്കും തലവേദനയ്ക്കുമൊക്കെ നമ്മുടെ വീട്ടിൽ ടോളോ 650, പാരസെറ്റമോൾ പോലുള്ള ഗുളികകളുണ്ട്. ഈ ഗുളികകളിൽ സയനൈഡ് കലർന്നിട്ടുണ്ട്, അത് കഴിക്കരുതെന്നുള്ള വാർത്ത വന്നാൽ നമുക്കത് എങ്ങനെയുള്ള ഒരു ആഘാതമായിരിക്കും സൃഷ്ടിക്കുക? രാജ്യം മുഴുവനും ഇത് കാരണം ഭയന്ന് പരിഭ്രാന്തരായി. വാർത്ത കേട്ടവരെല്ലാം വളരെ ഞെട്ടിപ്പോയി. അതുപോലെയാണ് 42 വയസ്സുള്ള സ്റ്റെല്ല നിക്കലും ഈ ഒരു വാർത്ത കേട്ട് ഞെട്ടിപ്പോയി. അങ്ങനെ എന്ത് സംഭവിച്ചു? സ്റ്റെല്ല ആ ടാബ്ലറ്റ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചത് സ്റ്റെല്ലയല്ല, സ്റ്റെല്ലയുടെ ഭർത്താവാണ്. പെട്ടെന്ന് സ്റ്റെല്ല പോലീസിനോട് വന്ന് പറഞ്ഞത്, സർ, എൻ്റെ ഭർത്താവ് ഒരാഴ്ചയ്ക്ക് മുൻപാണ് മരിച്ചത്.
അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും അദ്ദേഹത്തിൻ്റെ മരണകാരണം സ്വാഭാവികം എന്നാണ് കൊടുത്തിരുന്നത്. പക്ഷെ അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ഇതിൽ നിന്ന് ഒരു 4 ഗുളിക കഴിച്ചിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഈ വാർത്ത കണ്ടത്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ ടാബ്ലറ്റ് കഴിച്ചത് കൊണ്ടായിരിക്കുമോ എൻ്റെ ഭർത്താവ് മരിച്ചത്? അങ്ങനൊരു സംശയം എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കേസ് നിങ്ങളൊന്ന് പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവളുടെ അഭ്യർത്ഥന സ്വീകരിച്ച പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. ടാബ്ലറ്റ് കുപ്പി നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഞങ്ങൾക്കൊന്ന് വന്ന് പരിശോധിക്കാമോ എന്ന് സ്റ്റെല്ലയോട് ചോദിച്ചു. അതിനെന്താ, നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ എന്നവളും പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റെല്ലയുടെ വീട്ടിലെത്തി. അവളുടെ ഭർത്താവ് ഉപയോഗിച്ച ആ 2 ടാബ്ലറ്റ് കുപ്പികളും എടുത്തു. അത് പരിശോധിക്കാനായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. അതിൽ 2 കുപ്പികളിലും സയനൈഡ് കലർന്ന ഗുളികകൾ ഉണ്ടായിരുന്നുവെന്ന് ആ ടെസ്റ്റിങ്ങിലൂടെ കണ്ടെത്തി. കൂടാതെ അവളുടെ ഭർത്താവ് ബ്രൂസിന്റെ ബ്ലഡ് സാമ്പിൾ വീണ്ടും പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബ്ലഡിലും സയനൈഡിന്റെ തെളിവുകൾ കണ്ടെത്തി. അതായത് സ്റ്റെല്ലയുടെ സംശയം ശരിയായിരുന്നു. 52 വയസ്സായ ബ്രൂസ് ആ മരുന്ന് കഴിച്ചത് കൊണ്ടാണ് മരിച്ചത് എന്ന് മനസ്സിലായി. നിങ്ങൾക്ക് വീണ്ടും ഇവിടെ ഒരു സംശയം വരണം. ബ്രൂസിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് എന്തുകൊണ്ട് ഈ സയനൈഡിന്റെ അംശം കണ്ടെത്തിയില്ല? അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറ്റി എഴുതി? അതിനും ഒരു കാരണമുണ്ട്. സാധാരണയായി ഈ സയനൈഡിന്റെ മണം 100-ൽ 60 പേർക്ക് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ. അതിനാൽ ഈ ഒരു കഴിവ് സൂസനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സിന് ഉണ്ടായിരുന്നു. പക്ഷേ ബ്രൂസിനെ ഓട്ടോപ്സി ചെയ്ത ഡോക്ടേഴ്സിന് ഇല്ലാത്തതായിരുന്നു കാരണം. അങ്ങനെയാണെങ്കിൽ സൂസനും ബ്രൂസിന്റെ കുടുംബത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഒരു ചോദ്യത്തിന് അവർക്കിടയിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ സൂസന്റെ ഭർത്താവ് പോൾ കുറ്റവാളി അല്ലേ എന്ന് ചോദിച്ചാൽ അതെ. പോളിഗ്രാഫ് പരിശോധനയിൽ പോൾ ഒരു കില്ലർ അല്ല എന്ന് സ്ഥിരീകരിച്ചു. അതിനാൽ പോലീസ് അയാളെ കേസിൽ നിന്ന് മോചിപ്പിച്ചു. അയാളല്ല കൊലപാതകയെങ്കിൽ അപ്പോൾ യഥാർത്ഥ കില്ലർ ആരാണ്? ആ കില്ലർ ഇങ്ങനെ റാൻഡം ആയിട്ടാണ് കൊല്ലുന്നതെങ്കിൽ അയാളുടെ ഉദ്ദേശം എന്തായിരിക്കും? എന്തിനു വേണ്ടിയായിരിക്കും അയാൾ ഇങ്ങനെ കൊല്ലുന്നത്? ഒരു പക്ഷെ അയാൾ ഒരു സീരിയൽ കില്ലർ ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അവൻ്റെ അടുത്ത ഇര ആരാണ്? ഇങ്ങനെ അമേരിക്കൻ ജനതകൾക്കിടയിൽ ഒരുപാട് ചോദ്യം ഉയർന്നു വന്നു. ഈ ഗുളികകൾ സയനൈഡ് റാൻഡമായി ചേർത്ത് ആളുകളെ കൊല്ലുകയാണെങ്കിൽ തീർച്ചയായും കില്ലർ ഒരു കെമിസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ മേഖലയിൽ നിന്നുള്ള ഒരാളായിരിക്കണം. അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് ആളുകൾ ഭയപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്ത് സംഭവിച്ചു? പോലീസ് കൊലയാളിയെ കണ്ടെത്തിയോ? ആരാണ് കൊലപാതകി? നിങ്ങൾ ഒരല്പം പോലും പ്രതീക്ഷിക്കാത്ത പല ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റുകളായിരിക്കും 2ാം ഭാഗത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിനു മുൻപ് കൊലപാതകി ആരായിരിക്കും? നിങ്ങളുടെ ഊഹം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കാരണം ആ ക്ലൂ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഞാനൊരു ക്ലൂ തരാം. കൊലപാതകി ഇയാൾ അല്ല എന്ന് പറഞ്ഞ് പോലീസ് റിലീസ് ചെയ്ത സൂസന്റെ ഭർത്താവ് പോൾ ആയിരിക്കുമോ? അല്ലെങ്കിൽ എൻ്റെ ഭർത്താവും ഇതേ രീതിയിലാണ് മരിച്ചത്, അദ്ദേഹത്തിന്റെ മരണത്തിൽ എനിക്ക് സംശയമുണ്ട്, കേസ് പുനരന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട സ്റ്റെല്ലയാണ്? അതും അല്ലെങ്കിൽ ആ സെക്കൻഡ് വരെയും ആരും സംശയിക്കാത്ത സൂസന്റെ 15 വയസ്സുള്ള മകളായ ഹെയ്ലിയാണോ? അതും അല്ലെങ്കിൽ ഇവർ ആരുമല്ല, മറ്റേതെങ്കിലും ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടാതെ നിങ്ങൾ എന്തുകൊണ്ട് സംശയിക്കുന്നു എന്നുള്ളതിൻ്റെ ശരിയായ കാരണവും പറയുക. നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ സ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ നൽകുന്ന ഉത്തരത്തിലൂടെ തന്നെ അറിയാൻ സാധിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.